പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച ദിനത്തിൽ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അപ്പൊ ക്രിസ്തു നമുക്ക് മോചനം നൽകിയത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അപ്പൊ സ്വാതന്ത്ര്യം സ്വർഗം നമുക്ക് നൽകി, യേശുവിലൂടെ നമുക്ക് നൽകി. നിങ്ങൾക്ക് സ്ഥിരത വേണം. എന്നിട്ട് പറയാണ്, അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അടിമത്തത്തിൻ്റെ, പാപത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്ഥിരതയോടെ നിൽക്കുന്നതിനെ കുറിച്ചിട്ടാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. അതെന്താണെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ സ്ഥിരതയോടെ കുറിച്ച് 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചില്ല, അതൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. ശരിക്കും നമ്മുടെ ജീവിതം അതല്ലേ സഹോദരങ്ങളെ. നമ്മൾ എത്രയോ ഫൈറ്റ് ചെയ്താലും നമ്മൾ വീണ് പോകുന്നു. നമ്മൾ സ്ഥിരതയോടെ നിൽക്കും മക്കളെ. ഇനി സ്ഥിരതയോടെ നിൽക്കാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് പോലെ. പരിശുദ്ധാത്മാവ് ഒരു കത്തോലിക്കനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവ്, യേശുവിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചാൽ മാത്രമാണ് നിരന്തരം യേശുവിനോട് ചേർന്ന് ചിന്തിക്കാൻ, നിരന്തരം യേശുവിനോട് ചേർന്നുള്ള യാത്ര. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തൊട്ടാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കനലിന് മീതെ ചാരം എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ലോകത്തോടുള്ള ഒരു മൈത്രി നമ്മൾ അതിശക്തമായ ഭീകരമായ വിധത്തിൽ നമ്മൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ നോമ്പ് കാലത്തിലൊക്കെ നമുക്കതിൻ്റെ അച്ഛൻ്റെ ഇടവകയിലെ ആ ഒരു ഭീകരമായ ആ ഒരു എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അച്ഛൻ്റെ ഇടവകയിൽ അത് ക്രമീകരിച്ചിട്ടുള്ളത് നമ്മൾ വരുന്ന ബുധനാഴ്ച തുടങ്ങി സെഹിയോൻ്റെ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ ഒരുക്കിയിരിക്കുകയാണ്. അതെന്താണെങ്കിൽ ഈ ഒരു ലോകത്തിൻ്റെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ ഈ കനലിന് മീതെ ചാരം പോലെയാണ്. കൃപയുടെ മേലെ ഈ ലോകത്തിൻ്റെ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൃപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇടിഞ്ഞു പോകും. നമ്മൾ എന്ത് ചെയ്താലും പാപി ചെല്ലുന്നിടം പാതാളെന്ന് പറയുന്ന അവസ്ഥയായിട്ട് വരും. വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. എവിടെയൊക്കെ ചെന്നാൽ അവിടെയൊക്കെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളുടെയൊക്കെ ഇടവുകളിൽ വാർഷിക ധ്യാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുക്കണം. ഇനി നിങ്ങൾക്ക് ആങ്ങണ്ടൂരിലേക്ക് വരാൻ തോന്നുകയാണെങ്കിൽ മോസ്റ്റ് വെൽക്കം കേട്ടോ. ആ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈവനിങ്ങിൽ 4:45 കൂടി നമ്മൾ കുരിശിൻ്റെ വഴിയോടെ ആരംഭിച്ച് 9:30 വരെയാണ്. ഞായറാഴ്ച മാത്രം കൺവെൻഷൻ രാവിലെയാണെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.